ഓർഗാനിക്സ്. അപ്പൊ ഇന്ന് നമുക്ക് ക്രിസ്മസ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, കണ്ണെന്നുള്ള ആ ഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. The eye disease and its cause are given in column 1 and column 2 respectively. Okay, അപ്പം ഇവിടെ എന്താണ് കറക്റ്റ് പെയേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. സെലക്ട് ദ കറക്റ്റ് സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ 4 ഐ ഡിസീസസ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ കോസ് അപ്പുറത്തെ സൈഡിൽ സെക്കൻഡ് കോളത്തിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ മലയാളത്തിൽ വേഗം ഒന്ന് വായിക്കാം. നേത്രരോഗം കാരണം എന്നിവ യഥാക്രമം കോളം 1 കോളം 2 എന്നിവയിൽ നൽകിയിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ കോമ്പിനേഷനുകളുടെ സെറ്റ് തിരഞ്ഞെടുക്കുക. ഓക്കെ, കോളം 1 ഉണ്ട്, കോളം 2 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഐ ഡിസീസ് നോക്കിയാലോ? ദ ഫസ്റ്റ് വൺ ഇസ് സിറോഫ്താൽമിയ. അപ്പൊ ഈ സിറോഫ്താൽമിയയുടെ റീസൺ എന്താണ് മക്കളെ? എന്തുകൊണ്ടാണ് സിറോഫ്താൽമിയ ഉണ്ടാവുന്നത്? ഇറ്റ് ഇസ് ഡ്യൂ ടു ക്രോണിക് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഇനി രണ്ടാമത്തേത് എന്താണ്? ഗ്ലൂക്കോമ. അപ്പൊ ഗ്ലൂക്കോമയുടെ റീസൺ എന്താണ്? യെസ്, ദാറ്റ് ഇസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് അക്യൂസ് ഹ്യൂമർ. അക്യൂസ് ഹ്യൂമറിന് റീഅബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കാത്തതിനെയാണ് നമ്മൾ ഗ്ലൂക്കോമ എന്നുള്ള ഒരു കാരണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? ഇനി മൂന്നാമത്തത് എന്താണ്? ആസ്റ്റിഗ്മാറ്റിസം. എന്താണ് ആസ്റ്റിഗ്മാറ്റിസം? ഇറഗുലർ ഷേപ്പ് ഓഫ് ദ കോർണിയ. അതിനെയാണ് നമ്മൾ ആസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി കൺജങ്ക്റ്റിവൈറ്റിസ്. അത് നമുക്ക് കുറച്ചും കൂടെ അറിയാവുന്ന ഒരെണ്ണമാണ്. എന്താണ്? ഇൻഫെക്ഷൻ ഓഫ് ദ കൺജങ്ക്റ്റിവ. സോ ദിസ് ഇസ് ദ കറക്റ്റ് പെയർ. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി എന്നുള്ളത് തേർഡ് വൺ ആണ്, അല്ലേ? ഡി എന്നുള്ളത് തേർഡ് വൺ ആണ്. അതുപോലെ സി ഏതാണ്? 1 ആണ്. ബി ഇറ്റ് ഇസ് 4 ആൻഡ് എ ഇറ്റ് ഇസ് സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ്? നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന അസുഖമാണ്, അല്ലേ? അപ്പോൾ ഈ കൺജങ്ക്റ്റിവൈറ്റിസ് ഡി തേർഡ് വണ്ണുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഏതൊക്കെയാണോ അത് ആദ്യം മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് പോയിട്ട് ഓപ്ഷനിൽ നോക്കുക. അപ്പം നമുക്ക് മറ്റേത് ഓട്ടോമാറ്റിക്കലി മാച്ച് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോളൂ. ഐ ഡിസീസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇതിൻ്റെ അകത്ത് എന്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു.